റിയൽമി 5ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്? റിയൽമി 5 ആണോ റെഡ്മി 7S ആണോ ഗെയിമിങ്ങിൽ മെച്ചം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ചില കമൻറ്റുകളിൽ നിന്ന് ബോധ്യമായി. അതുകൊണ്ടാണ് ഈ ഗെയിമിംഗ് റിവ്യൂ ചെയ്യുന്നത്. റിയൽമി 5ൻ്റെ ഈ ഗെയിമിംഗ് റിവ്യൂവിൽ നമ്മൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കും. സ്ക്രീൻ ക്വാളിറ്റി, സൗണ്ട്, സെൻസർ പെർഫോമൻസ്, ഗ്രാഫിക്സ് ക്വാളിറ്റി, ബാറ്ററി. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റ്യു. റിയൽമി 5ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് 3 ഗെയിമുകളാണ് ഉപയോഗിക്കുന്നത്. 2 ബേസിക് ഗെയിമുകളും ഒരു ടോപ്പ് എൻഡ് ഗെയിമും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ടൈമർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ എപ്പോഴും നോക്കാൻ കഴിയും എത്ര നേരം നമ്മൾ ആ ഗെയിം കളിച്ചു എന്നൊക്കെ. നിങ്ങളെ ഞാൻ പറ്റിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും. സ്മാഷ് ഇറ്റ് എന്ന് പറഞ്ഞൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഗെയിമാണ് നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്തത്. പക്ഷേ ഈ ഗെയിം ഓപ്പൺ ചെയ്തപ്പോൾ പോലും ഒരു ഓട്ടോമാറ്റിക് ഗെയിമിംഗ് മോഡ് എനേബിൾഡായി. നമുക്കത് ഓഫ് ചെയ്തിടാൻ കഴിയും. പക്ഷേ കളറോയ് 6ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആ മോഡിൽ തന്നെയാണ് ഈ ഗെയിമുകളെല്ലാം കളിക്കുന്നതെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ ഗെയിമിംഗ് ആക്സിലറേഷൻസും ഈ ഗെയിം പ്ലേയിൽ ബാധിക്കുന്നതാണ്. ഈ ഗെയിം ആദ്യമേ തിരഞ്ഞെടുത്തത് ഈ ഡിവൈസിൻ്റെ സ്ക്രീൻ ക്വാളിറ്റിയിലെ ടച്ച് റെസ്പോൺസ് എന്നുള്ളൊരു ഫീച്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ടച്ച് റെസ്പോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗെയിമർ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അദ്ദേഹം 3 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് ഇതിൻ്റെ ടച്ച് റെസ്പോൺസിനെ കുറിച്ച് നൽകിയിട്ടുള്ളൂ. അതിന് കാരണം ഈ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് സ്ക്രീനിൽ നിന്ന് പ്രതീക്ഷിക്കും. അത്ര നല്ലൊരു റെസ്പോൺസ് ഈ ഗെയിമറിന് ഈ ഗെയിം കളിച്ചപ്പോൾ ഈ ഡിവൈസിൽ ലഭിച്ചില്ല. പലപ്പോഴും ചിലപ്പോൾ ബോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്തതിന് ശേഷവും ചിലപ്പോൾ അത് പോകാത്ത ചില സാഹചര്യങ്ങളുണ്ടായി. സ്പെസിഫിക് ആയിട്ടത് ക്യാമറയിൽ കാണുന്ന രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും. ഏകദേശം 11 മിനിറ്റ് ആവാൻ പോകുമ്പോഴേക്കും ബീച്ച് ബഗ്ഗി എന്ന് പറഞ്ഞ മറ്റൊരു ബേസിക് ഗെയിം നമ്മൾ തിരഞ്ഞെടുത്തു. ഇത് നമ്മളിതിൻ്റെ സെൻസർ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. കാരണം ഈ ഗെയിമിൽ നമ്മൾ ഫോണിൻ്റെ സെൻസറുകളെ ഉപയോഗിച്ചാണ് മാക്സിമം ഗെയിം കളിക്കുന്നത്. അസ്യൂസിൻ്റെ ചില സ്മാർട്ട് ഫോണുകൾക്ക് പ്രത്യേകിച്ച് ഗെയിം കളിക്കുമ്പോൾ സെൻസറുകൾ പ്രോപ്പറായിട്ട് വർക്കാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എടുത്തു പറയാനാണെങ്കിൽ അസ്യൂസ് മാക്സ് പ്രോ M2 എന്ന സ്മാർട്ട് ഫോൺ ഞാൻ പറയും. വളരെ നല്ലൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. അതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ എല്ലാം നമ്മൾ ചെയ്തതാണ്. പക്ഷേ പലപ്പോഴും അതിൻ്റെ സെൻസർ ഫെയിലിയർ ഉണ്ടാവാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആസ്ഫാൾട്ട് 9 അല്ലെങ്കിൽ ആസ്ഫാൾട്ട് 8 എയർബോൺ ഈ ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ. ഇനി ഈ ഡിവൈസിൽ അങ്ങനൊരു പ്രശ്നം ഞങ്ങൾ ശ്രദ്ധിച്ചേയില്ല. സെൻസേഴ്സ് എല്ലാം നന്നായിട്ട് ഫങ്ഷനിങ് ആണ്. ഗെയിമറിന് വേറെ ട്രബിളുകളൊന്നും ഇല്ലായിരുന്നു. അത് സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടിയും കുറച്ചു വിടായിരുന്നു. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞ സെറ്റിങ്ങിലാണ് ഈ ഗെയിം പ്ലേ മൊത്തം പോയത്. അതായത് ഈ ഡിവൈസിൽ പറ്റുന്ന നല്ല ഒരു ഗ്രാഫിക്സ് ലെവലിലാണ് ഈ ഗെയിം പ്ലേ മൊത്തം പോയത്. പക്ഷേ നല്ലൊരു സ്മൂത്ത് ഗെയിം പ്ലേ ഉണ്ടായിരുന്നു. സോ ഓവറോൾ സെൻസർ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണ്. 5 ഔട്ട് ഓഫ് 5 തന്നെ നമുക്ക് റേറ്റ് ചെയ്യാം. ഇനി ഹാർഡ് കോർ ഗെയിമിങ്ങിലോട്ട് പോകാം. ടോപ്പ് എൻഡ് ആയിട്ടുള്ള PUBG മൊബൈലിലോട്ട് തന്നെ നമ്മൾ പോവുകയാണ്. 21ാമത്തെ മിനിറ്റിലാണ് നമ്മൾ ഈ ഗെയിം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്പുകളും സിസ്റ്റം തന്നെ കില്ല് ചെയ്തിട്ടാണ് ഈ ഗെയിമിനെ ഓപ്പൺ ചെയ്തത്. ഇനി ലോഡിംഗ് ടൈം നിങ്ങൾക്ക് സൈഡിൽ നോക്കാൻ കഴിയും. ഇവിടെയാണ് റാമിൻ്റെ പെർഫോമൻസൊക്കെ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. ഇതൊരു 3GB 32GB റാം മോഡലാണ്. ഇൻറ്റേർണൽ മെമ്മറിയിൽ മറ്റ് കാര്യങ്ങളൊന്നും ധാരാളമായിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്പുകളും കില്ല് ചെയ്തിട്ടുണ്ട്. 3GB റാമിൽ ഇതിൻ്റെ ലോഡിംഗ് ടൈം ഫോർ ദ ഇനീഷ്യൽ സ്റ്റേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ്സ് ആണ്. 30 സെക്കൻഡിൽ ഈ ഡിവൈസ് PUBG മൊബൈൽ ലോഡ് ചെയ്തെടുത്തു. 3:07 സ്റ്റാർട്ട് ചെയ്തിട്ട് 3:38 ആയപ്പോഴേക്കും ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഒരു ഗെയിം പ്ലേയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം ഗ്രാഫിക്സ് എത്രമാത്രമാണ് നമുക്കൊന്ന് അറിയാൻ കഴിയും. അതിന് കാരണം ഈ ഡിവൈസിൻ്റെ സ്ക്രീനിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നും റെഡ്മി 7S പോലെ ഡിവൈസിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറയാം. നോക്കുക, ഇവിടെ മീഡിയം ഗ്രാഫിക്സിൽ മാത്രമേ നമുക്ക് കളിക്കാൻ കഴിയുന്നുള്ളൂ. HD പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഡിവൈസിൻ്റെ സ്ക്രീൻ ഫുൾ HD+ അല്ല എന്നുള്ളതാണ്. ഇത് വെറും HD+ ഡിസ്പ്ലേ ആണ്. റിയൽമി 5 പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു റിയൽമി ഇപ്രാവശ്യം കാര്യങ്ങൾക്ക് അല്പം മാറ്റം വരുത്തുമെന്ന്. പക്ഷേ ബഡ്ജറ്റിലാണ് ഡിവൈസ് വന്നത്. റിയൽമിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. വെറും HD+ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു കോംപ്രമൈസ് നിങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ റെഡ്മി 7S അല്ലെങ്കിൽ മറ്റ് റെഡ്മി നോട്ട് 7, റെഡ്മി നോട്ട് 7 Pro മുതലായ സ്മാർട്ട് ഫോണുകൾ. ഇനി റിയൽമിയുടെ തന്നെ റിയൽമി 3 Pro ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയിലൊക്കെ 12,000 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിന് താഴെയൊക്കെ വരുന്നൊരു സ്മാർട്ട് ഫോണാണ്.
ആ ഡിവൈസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആസ് എ ഗെയിമർ ഏറ്റവും നല്ലത്. കാരണം വെറും 2000 രൂപ ഡിഫറൻസേ ഉള്ളൂ. 10,000 നിന്നും ചെറിയൊരു ഹൈക്കപ്പ് അല്ലെങ്കിൽ റെഡ്മിയുടെ നോട്ട് 7S തന്നെ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. അതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യം വിഷ്വൽ ക്വാളിറ്റിയാണ്. അതിനുള്ള കാരണം ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ പോലും ഈ ഡിവൈസിൻ്റെ ചിപ്പിനുള്ള മാക്സിമം കപ്പാസിറ്റി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. സ്നാപ്ഡ്രാഗൺ 665 വളരെ നല്ലൊരു പ്രോസസ്സറാണ്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലും ഇമ്പ്രൂവ്മെൻറ്റ് സ്നാപ്ഡ്രാഗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൾകോമിൻ്റെ ആ ഇൻവെൻഷൻസിൻ്റെ എല്ലാ ബെനിഫിറ്റും റിയൽമി 5 പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. റെഡ്മി നോട്ട് 7S അല്ലെങ്കിൽ റെഡ്മി നോട്ട് 7, നോട്ട് 7 Pro, റിയൽമി 3 Pro ഈ ഡിവൈസുകൾക്കെല്ലാം HD+ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ അല്പം കൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നൽകും. നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമറാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളെ ബാധിക്കുകയുള്ളൂ. നിങ്ങളൊരു കാഷ്വൽ ഗെയിമറാണ്, ഒത്തിരി ഗെയിമൊന്നും കളിക്കുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമാകില്ല എന്ന് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. റിയൽമി 5 അത്യാവശ്യം നല്ല ഗെയിം പ്ലേ ഈ ഡിസ്പ്ലേയിൽ തന്നെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും അത്യാവശ്യം നല്ല സ്ക്രീൻ ക്വാളിറ്റിയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഗെയിം പ്ലേയിലുണ്ടായിരുന്ന ഒരു ഓഡിയോ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഹെഡ്ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഓഡിയോ ലഭിക്കുന്നുണ്ട്. PUBG കളിക്കുമ്പോൾ എല്ലാവരും തന്നെ ഹെഡ്ഫോൺ വെച്ചിട്ടല്ലേ കളിക്കുന്നത്, കാരണം സറൗണ്ട് കിട്ടാൻ വേണ്ടി. അപ്പം അത് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സ്പീക്കറിലാണ് കളിക്കുന്നതെങ്കിൽ മീഡിയോക്ര ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. സ്പീക്കർ പെർഫോമൻസ് അത്ര എക്സലൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസ്പ്ലേ, സെൻസേഴ്സ്, സൗണ്ട് ഈ പാരാമീറ്റേഴ്സ് നമ്മളിപ്പോൾ നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട്. ഇനി ഗ്രാഫിക്സിലോട്ട് വരാം. വെറുതെ ഗ്രാഫിക്സ് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്. ആർക്ക് സ്ട്രീം 2 ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഒരു ഡിവൈസിൻ്റെ ഗെയിമിംഗ് ഗ്രാഫിക്കൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. 2 ടെസ്റ്റുകളിൽ ഒന്ന് ഒരു CTSA ടെസ്റ്റാണ്, രണ്ടാമത്തൊരു മോഷൻ ടെസ്റ്റാണ്. മോഷൻ ടെസ്റ്റ് വളരെ സിമ്പിളാണ്. ഗെയിമിങ്ങിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് അത് ആക്ഷനിലോട്ട് നമ്മൾ വെക്കും. ഉദാഹരണത്തിന് PUBG മൊബൈലിൽ നമ്മളൊരു കാറോ ബൈക്കോ ജീപ്പോ എന്തെങ്കിലും എടുത്ത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു പോകും. അപ്പോൾ ഒത്തിരിയേറെ ഗ്രാഫിക്കൽ ഒബ്ജക്റ്റ്, ട്രീസും റോഡും അവിടെ ഹൗസസും എല്ലാം GPUവിന് ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് GPUവിനൊരു സ്ട്രെയിനാണ്. അപ്പോൾ എങ്ങനെയാണ് മോഷൻ ടെസ്റ്റിൽ GPU പെർഫോം ചെയ്യുന്നതെന്ന് ഈ വിഷ്വൽസ് ഒന്ന് അടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. മോഷൻ ടെസ്റ്റിൽ ചില സാഹചര്യങ്ങളിൽ ചില സ്റ്റട്ടറുകൾ ഉണ്ടായതല്ലാതെ വേറെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊന്നും പറയാനില്ല. ലാഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല സംഗതി. ഇനി CTSA ടെസ്റ്റ് ചെയ്യാം. ഒരേ ഒബ്ജക്റ്റ് ഒരേ സംഗതി പിന്നെയും നമ്മൾ ചെയ്തു നോക്കും. ഒരേ ആക്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചില ഫോണുകളിൽ അതൊരു ട്രബിൾ ആവാറുണ്ട്. പക്ഷേ റിയൽമി 5 അതൊരു ഇഷ്യൂ ആവുന്നില്ല. അപ്പോൾ ഒരു എബോവ് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഡിവൈസിൻ്റെ GPU നൽകുന്നുണ്ട്. ഈ ഡിവൈസിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്വാൽകോം അഡ്രീനോ 610 എന്ന GPU ആണ് ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ ധർമ്മം വളരെ നന്നായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ ട്രബിളോ ഒന്നും ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസും അതുപോലെ തന്നെ ഹീറ്റിങ്ങും എങ്ങനെയുണ്ടെന്ന് പറയാം. ഇവിടെയാണ് റിയൽമി 5 ശരിക്കും എക്സൽ ചെയ്യുന്നത്. വലിയതായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഒരു 38 to 40 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലാണ് ഈ 44 മിനിറ്റത്തെ ഗെയിം പ്ലേക്ക് ശേഷവും ഞങ്ങൾക്ക് ടെമ്പറേച്ചർ ഫീൽ ചെയ്ത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ആണ്. 44 മിനിറ്റത്തെ ഗെയിം പ്ലേക്ക് വെറും 9% ബാറ്ററി മാത്രമാണ് ഈ ഡിവൈസ് ഉപയോഗിച്ചത്. സോ ഓവറോൾ ഗെയിം പ്ലേയുടെ കാര്യത്തിൽ റിയൽമി 5 കാഷ്വൽ ഗെയിമേഴ്സിന് ഓക്കെയാണ്. ഹാർഡ് കോർ ഗെയിമേഴ്സിന് സ്ക്രീനിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗ്രാഫിക് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് കൊടുക്കുന്ന പൈസകളുടെ മുതലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ ദയവ് ചെയ്ത് അവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ്.